അങ്ങനെ ഡബിൾ ഡക്കർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് മാഗിയെല്ലാം കഴിച്ച് ഞങ്ങൾ ബ്ലൂ ലഗൂൺ വാട്ടർഫോൾസ് കാണാൻ വീണ്ടും 2000 സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. പോണ വഴിയിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പുഴകളും ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. ഈ പാലത്തിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ വെള്ളത്തിലൊന്ന് മുഖം കഴുകി. എന്ത് തണുപ്പായിരുന്നു, ഐസ് വെള്ളം പോലെ ഇരിക്കുമായിരുന്നു. നല്ല ഫ്രഷ് ആയിരുന്നു മുഖം കഴുകിയപ്പോൾ. ഒരുപാട് സ്റ്റെപ്പുണ്ട് ഇനിയും കയറാൻ. ആ തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകിയതുകൊണ്ട് കുറേ ഫ്രഷായ പോലെ ഫീൽ ചെയ്യണം. പോണ വഴിയിലൊക്കെ പൂമ്പാറ്റകളുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോർഡിനേറ്ററിൽ ഒരാളാണ്. ഇവർ 3 പേരുണ്ടായിരുന്നു. ഒരാൾ ഏറ്റവും സ്പീഡിൽ പോണ ഫ്രണ്ടിൽ പോണ ആൾക്കാരുടെ കൂടെ, പിന്നെ ഒരു മീഡിയം സ്പീഡിൽ പോണ ആൾക്കാരുടെ കൂടെ ഒരാൾ, പിന്നെ ലാസ്റ്റ് പോണ ആൾക്കാരുടെ കൂടെ ഒരാളും. അങ്ങനെ 3 ആളുണ്ടായിരുന്നു. വീണ്ടും നല്ലൊരു പുഴയും നല്ലൊരു പാലം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വീതിയുള്ള പാലമായിരുന്നു. കണ്ടില്ലേ സ്റ്റെപ്പ്, കയറിയിട്ടും തീരുന്നില്ലേ. അവസാനം നമ്മൾ ബ്ലൂ ലഗൂൺ വാട്ടർഫോൾസിലെത്തി. പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അവിടെ ക്ലോസ് ചെയ്തൊക്കെ, വെള്ളം കൂടുതലായത് കാരണം ഇവിടെ ക്ലോസ് ചെയ്തൊക്കെ, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ബ്ലൂ ലഗൂൺ വാട്ടർഫോൾസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനിയും ഒരു 2000 അങ്ങോട്ടും 2000 ഇങ്ങോട്ടും 4000 സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് റെയിൻബോ വാട്ടർഫോൾസ് കാണണ്ട എന്ന് തോന്നിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരിച്ചു പോന്നു. ഞങ്ങൾ ഡബിൾ ഡക്കർ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് നന്നായിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുളിച്ചു. നമുക്കൊരു 2000 സ്റ്റെപ്പ് കൂടെ കയറാമായിരുന്നു റെയിൻബോ വാട്ടർഫോൾസ് കാണാൻ. പക്ഷേ അതെല്ലാം പിന്നെയും തിരിച്ചിറങ്ങണമെന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ എത്ര സമയം വേണേലും ചിലവഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല ഫ്രഷ് വെള്ളമാണ്. ഇതിനെ കാണുമ്പോൾ എന്താണെന്നുള്ള അറിയില്ല, പക്ഷേ നിറയെ മീൻ, വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. ഇത് രസമായിരുന്നു എന്നറിയാം കാണാൻ. നല്ല ഐസ് പോലത്തെ വെള്ളമായിരുന്നു. പക്ഷേ ഈ മീനിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നീന്തി തുടിക്കാനൊക്കെ എന്ത് രസമാണെന്നറിയാം. അവിടെയാണ് നമുക്ക് ക്ഷീണം ഫുള്ള് മാറ്റിയത്. ഇതാണ് നിർത്തി പോരാൻ എല്ലാവരും പറഞ്ഞിട്ടും എനിക്ക് അവിടുന്ന് മദ്യമുണ്ടെന്നില്ല തണുത്ത വെള്ളത്തിൽ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ഗോഡ്കർ, പുള്ളി നേവിയിലായിരുന്നു. ഞങ്ങളൊരു കോമ്പറ്റീഷനൊക്കെ നടത്തി നോക്കി. ചെറിയ സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പുള്ളിയാണ് ജയിച്ചത്. റെയിൻബോ ഫാൾസിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അവിടെ പോയത് കണ്ടപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾക്കൊന്ന് സങ്കടം വന്നെങ്കിലും തിരിച്ചു പോന്നപ്പോൾ ഉണ്ടായ സംഭവം ആലോചിച്ചപ്പോൾ പോകാതിരുന്നതാണ് നല്ലതെന്ന് തോന്നി. എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.